സർ, കഴിഞ്ഞ ദിവസം അമ്മയിൽ നടന്നിരുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ അൻസിബ ഹസൻ എന്ന് പറയുന്ന യുവനടി ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അവർക്ക് കൂടെ ഒരു കോവർക്കർ ആയിട്ടുള്ള ഒരു ആള് കൊടുത്ത പരാതി, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ലേഡി കൊടുത്ത പരാതിയിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം ഹരാസ് ചെയ്തു എന്നാണ് അൻസിബ ഹസന്റെ ആരോപണം. ഈ വിഷയത്തിൽ ആ കുട്ടി കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത പരാതിമേൽ കിട്ടുന്ന മറുപടിയിൽ ആ സമയത്ത് CCTV വിഷ്വൽസ് ലഭ്യമല്ല, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ, അത് വനിതാ സെൽ സ്റ്റേഷനിൽ CCTV ഇല്ലെന്നാണ് പറയുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ലേ സർ? ഇത്തരത്തിൽ ഒരു വനിതാ സെല്ലിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്ന സ്ഥലത്ത് CCTV വിഷ്വൽസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് നിയമപരമായിട്ട് അതിനെതിരെ എന്താണ് സർ എടുക്കാൻ പറ്റുന്നത്? എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV വിശ്വസിക്കണമെന്ന് സുപ്രീം കോടതിയുടെ പരാംബീർ സിംഗ് സൈനി വേഴ്സസ് ബൽജീത് സിംഗ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന വിധിന്യായത്തിൽ, അത് 2020 വിധിന്യായമാണ്. ആ വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു പോലീസ് സ്റ്റേഷനിൽ ചുമ്മാതെ CCTV ക്യാമറ നാംകെ വാസ്തയായിട്ട് വെച്ചാൽ പോരാ. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ആ പോലീസ് സ്റ്റേഷനിൽ ഈ അക്യൂസ് പേഴ്സൺ എവിടെയെല്ലാം ചെല്ലാൻ സാധ്യതയുണ്ട്, പോലീസ് സ്റ്റേഷന്റെ എൻട്രൻസ് ഗേറ്റ് മുതൽ പിൻവശവും എല്ലാ റൂംസിലും, ഈവൻ വാഷ്റൂംസിന്റെ പുറത്തും, അകത്തല്ല പുറത്തും എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറ കവറേജ് വേണമെന്നും ആ CCTV ക്യാമറ കവറേജ് എത്തരത്തിലുള്ള കവറേജ് ആണെന്ന് സുപ്രീം കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, in order to ensure that no part of a police station is left uncovered, it is imperative to ensure that the CCTV cameras are installed at all entry and exit points, main gate of the police station, all lockups, all corridors, lobby, reception area, all verandas, outhouses, inspector's room, sub-inspector's room, areas outside the lockup room, station hall, in front of the police station compound, outside, not inside washrooms, toilets, due to the back part of the police station. ഇത് ആ ജഡ്ജ്മെന്റിന്റെ 16ാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ്. State and union governments should ensure CCTV cameras are installed in each and every police station എന്നും പറയുന്നുണ്ട്. പിന്നെ 17ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, CCTV systems have to be installed, that have to be installed must be equipped with right vision and must necessarily consist of audio as well as video footage. In areas where there is either no electricity or internet, it shall be the duty of the states or union territories to provide the same as expeditiously as possible, using any mode of providing electricity, including solar or wind power. The internet systems that are provided must also be systems which provide clear image resolutions and audio. Most important of all is the storage of CCTV camera footage, which can be done in digital video recorders and or network video recorders. CCTV cameras must then be installed with such recording systems so that the data that is stored thereon shall be preserved for a period of 18 months. If the recording equipment available in the market today does not have the capacity to keep the recording for 18 months, but for a lesser period of time, it shall be mandatory for all states, union territories, and the central government to purchase one which allows storage for the maximum possible period, and in any case not below 1 year. ഇത് സുപ്രീം കോടതി വേറെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മിനിമം 6 മാസമെങ്കിലും ഈ വിഷ്വൽസ് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളത് മാത്രമല്ല, സുപ്രീം കോടതി സ്റ്റേറ്റ് ലെവൽ ഓവർസൈറ്റ്
ഡിസ്ട്രിക്ട് ലെവൽ ഓവർസൈറ്റ് കമ്മിറ്റീസിനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റീസ് ഈ CCTV ദൃശ്യങ്ങൾ മോണിറ്റർ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാത്ത ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണമെന്നും അതിന്റെ റിപ്പോർട്ട്സ് സമർപ്പിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റീസോ ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയോ ഒന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റീസില് ഓവർസൈറ്റ് കമ്മിറ്റീസില് അവിടെ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറും ആ കമ്മിറ്റിയിൽ അംഗമാണ്. പഞ്ചായത്ത് ഏരിയകളിലാണെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗമായിരിക്കും. അപ്പൊ ഇത്തരം കമ്മിറ്റികളൊന്നും ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും കംപ്ലൈൻസ് റിപ്പോർട്ട്സ് അയച്ചിട്ടില്ല എന്നുള്ളത് അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. സുപ്രീം കോടതിയുടെ ആ ഒരു ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും CCTV കവറേജ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ വനിതാ സെൽ എന്ന് പറഞ്ഞത് വനിതാ സെൽ എന്ന് പറയുന്നത് മീഡിയേഷൻ സെന്റർ ആണ്, അതുകൊണ്ട് അവിടെ വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതൊന്നും ചലഞ്ച് ചെയ്താൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. സാങ്കേതികമായിട്ട് പോലീസിന് തടസ്സവാദങ്ങൾ ഉന്നയിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വനിതാ സെല്ലിന്റെ മീഡിയേഷൻ സെന്റേഴ്സിലൊന്നും ആളുകളെ വിളിക്കുന്നത് നിങ്ങൾക്കെതിരെ വേറെ ഒരു കക്ഷി ഇവിടെ പരാതി തന്നിട്ടുണ്ട്, താങ്കളും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഒത്തുതീർപ്പാക്കാൻ ഒരു സൗകര്യപ്രദമായ ഡേറ്റിൽ വന്നിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെ വരാമോ എന്നൊന്നും ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്. അവിടെ വിളിച്ചു വരുത്തുന്നതായിട്ട് ഒരു കൊയേഴ്സീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ വിളിച്ചു വരുത്തി അവിടെ അറ്റൻഡൻസ് കമ്പല് ചെയ്യിക്കുകയാണ്. പീപ്പിൾ ആർ എതിർകക്ഷി എന്ന് പറയപ്പെടുന്ന വ്യക്തികൾ അവരെ ത്രൂ കമ്പൽഷൻ ആണ്, അവരുടെ ഇന്റിമിഡേറ്ററി കമ്പൽഷൻ ആണ് അവരുടെ പ്രസൻസ് അവിടെ എൻഷുർ ചെയ്യുന്നത്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഭാഷയാണ്. വനിതാ സെല്ലല്ല, പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഭാഷകൾ. അവിടെ ഒന്നും താങ്കൾക്കും മറ്റേ എതിർകക്ഷിക്കും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് ഗമ്യതയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി അത്തരം ഒത്തുതീർപ്പ് താങ്കളും എതിർകക്ഷിയും കൂടെ ഇവിടെ ഞങ്ങളുടെ പെറ്റിഷൻ രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ട് പോകുമോ എന്നൊരു റിക്വസ്റ്റ് അല്ല. അവിടെ ഒരു കൊയേഴ്സീവ് ത്രെറ്റ് ആണ്. അവിടെ ക്രിമിനൽ ഇന്റിമിഡേഷൻ നടത്തി അബ്യൂസീവ് വൊക്കേറ്റീവ്സ്. കേരള ഹൈക്കോടതി എടാ പോടാ എടി എന്ന് പോലും വിളിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലീസുകാർ ശമ്പളക്കാരും ജനങ്ങളാണ് മാസ്റ്റേഴ്സ് എന്നുമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നത് എന്ത് തരം കംപ്ലൈന്റ് ആണ് എന്ന് നോക്കണം. ആ എതിരെ കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന അനുപ്രിയ, എന്തോ എനിക്ക് പേര് ക്ലിയർ അല്ല, ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ നടി കൊടുത്തിരിക്കുന്ന പരാതി പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു മെസ്സേജ് എന്തോ അയച്ചെന്നാണ്. എന്റെ ഫ്രണ്ട് ആയിരിക്കുന്ന അൻഷിബ എന്ന് പറയുന്ന കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കണ്ടിട്ട് എന്റെ ഹസ്ബൻഡിന് സംശയങ്ങൾ തോന്നി. അതുകൊണ്ട് ആ കുട്ടിക്കെതിരെ എന്താണ് പരാതി, ഏത് നിയമത്തിന്റെ പിൻബലത്തിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്ത് പരാതി ആളുകൾക്ക് കൊടുക്കാമെന്ന് ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കേരള ഹൈക്കോടതി വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സിവിൽ ഡിസ്പ്യൂട്ട്സിൽ ഇടപെടുകയോ മീഡിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് പോലീസിന്റെ ജോലിയല്ല, അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഈ 2 മാസം മുമ്പ് ഞാൻ എന്റെ സംഘടന CRSJS കൊടുത്ത പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കർശനമായിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് പോലീസ് വെബ്സൈറ്റിന്റെ സിറ്റിസൺസ് ചാർട്ടർ പാരാ 5-ൽ പോലീസിന് സിവിൽ തർക്കങ്ങളെ മീഡിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു പാരഗ്രാഫ് എഴുതി കുത്തിത്തിരിക്കി വെച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
പോലീസിനല്ലാതെ സിവിൽ തർക്കത്തിൽ ഒന്ന് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിന് ഒരു കൂട്ടരെ ഒപ്രസ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിക്കുക. എല്ലാന്നുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേവരെ ഓപ്രസ് ചെയ്യുക, എന്നിട്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. അത് മാത്രമാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇവിടെ വാടി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ഒപ്പിടറ എന്നുള്ള ഭാഷയിലാണ് പോലീസ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ കർക്കശമായിട്ട് ആ പാരഗ്രാഫ് ടേക്ക് ഡൗൺ ചെയ്തിട്ട് 2 മാസത്തിനകം കംപ്ലൈൻസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫിന് അയച്ചിട്ട് ഇതുവരെ സ്റ്റേറ്റ് പോലീസ് ചീഫ് അത് ചെയ്തിട്ടില്ല. അതിനെതിരെ വീണ്ടും ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനും കോടതിയിലും സമീപിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇത് കാണിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥ അവരെ നിയോഗിച്ചിരിക്കുന്നത് ഈ വനിതാ സെല്ലിലാണ്. ആ വനിതാ സെല്ലിന് നിയമപരമായിട്ട് ഈ കുട്ടിയെ വിളിച്ചു വരുത്താൻ ഒരു അധികാരവുമില്ല. ആ വനിതാ സെല്ലിന്റെ മുമ്പിൽ ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ പരാതിക്കാരി കൊടുത്ത പരാതി ഒരു ക്രിമിനൽ കോഗ്നൈസബിൾ ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. അവിടെ ഒരു പരാതി കൊടുത്തു ഇപ്പം വലിയ തെളിവായി കഴിഞ്ഞു. ആ തെളിവില് ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് ഇല്ലാത്തപ്പോൾ ആ കുട്ടിയെ വിളിച്ചു വരുത്താൻ ഇവർക്ക് അധികാരമില്ല. അഥവാ ക്രിമിനൽ ഒഫൻസ് ആയിരുന്നെങ്കിൽ സുപ്രീം കോടതിയുടെ അർണീഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് 7 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്നതായതുകൊണ്ട് BNSS 35(3) നോട്ടീസ് കൊടുത്ത് വേണം വിളിച്ചു വരുത്താൻ. അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നും ആ കുട്ടി കൊടുത്ത RTI അപേക്ഷയിൽ പോലീസിന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം പോലീസ് ഇല്ലീഗലായിട്ട് ഒരാളെ വിളിച്ചു വരുത്തി അവിടെ ഡീറ്റെയിൻ ചെയ്തു. അവിടെ ഡീറ്റെയിൻ ചെയ്തിട്ട് അവരെ ഹരാസ് ചെയ്തു. അവരെ കൊണ്ട് ഈ പെറ്റിഷൻ രജിസ്റ്ററിൽ ഒപ്പിടിച്ചിട്ടുണ്ട്. ആ ഒപ്പ് ഫോഴ്സിബിളി ഒബ്റ്റൈൻഡ് ആണ് ത്രൂ കോയേഷൻ ആൻഡ് ഇന്റിമിഡേഷൻ. അതുകൊണ്ട് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തത് ക്രിമിനൽ ഇന്റിമിഡേഷൻ 351 BNS, അവര് wrongful restraint 126 BNS, wrongful confinement 127 BNS. മാത്രമല്ല പോസിബിൾ ആയിട്ട് ഒപ്പ് വാങ്ങിച്ചത് മറ്റ് പല അബ്യൂസീവ് വൊക്കേറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് കേരള പോലീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള സെക്ഷൻ 29 വയലേഷൻസ് ഉണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തിരിക്കുന്നത് ഗൗരവമായിട്ടുള്ള നിയമലംഘനമാണ്, ക്രിമിനൽ കുറ്റവുമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരാളെയും രേഖാമൂലമല്ലാതെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ അധികാരമില്ല. ഇവർക്ക് മീഡിയേറ്റ് ചെയ്യാനായിട്ട് യാതൊരു അധികാരവുമില്ല. ആ മീഡിയേറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ മേലധികാരികൾ ഇവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മീഡിയേഷൻ പാടില്ല എന്ന് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സൗഹാർദ്ദപരമല്ല, ഇരു കൂട്ടരുടെ സമ്മതത്തിലല്ല, ത്രൂ കൊയേഷൻ ആണ് മീഡിയേഷൻ നടക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് നോട്ടീസ് അയച്ചിട്ട് താങ്കൾക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഈ പരാതിയിൽ താങ്കൾക്കും എതിർകക്ഷിക്കും പരാതിക്കാരിക്കും കൂടെ ഇരുന്ന് രമ്യതയിൽ റിസോൾവ് ചെയ്യാൻ ഞങ്ങളുടെ മീഡിയേഷൻ സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ല പോലീസ് വരുത്തുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യുന്നത്. ഇവിടെ വാടി വന്നില്ലെങ്കിൽ വരുത്താൻ അറിയാം എന്നുള്ള ഭാഷ്യമാണ് പോലീസ് ഉപയോഗിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാലും പോലീസ് ഫേവർ ചെയ്യുന്ന കക്ഷി ആരാണ്? ഇപ്പൊ എതിർ കക്ഷികളെയും പോലീസ് ഫേവർ ചെയ്യും. ഒരാൾക്കെതിരെ പരാതി വേറൊരാൾ കൊണ്ട് കൊടുത്താൽ എതിർകക്ഷി ഇൻഫ്ലുവൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലീസ് തിരിഞ്ഞു നിൽക്കും. അപ്പൊ ഇതെല്ലാം ഒരു പോലീസിന് ഇതിലൊന്ന് ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ ക്രിമിനൽ ആണെങ്കിൽ കൊഗ്നൈസബിൾ ആണെങ്കിൽ, ക്രിമിനലിൽ തന്നെ കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ FIR ഇടാം. FIR ഇട്ടിട്ട് പോലീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രതികളെ കോടതിയിൽ കൊടുത്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാവുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസിന് എക്സ്ട്രാ വരുമാനം കിട്ടുന്നുണ്ട്. അത് ഞാൻ എന്റെ പരാതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിക്കെതിരെ നടന്നത് ഗൗരവമായിട്ടുള്ള ഒരു നിയമലംഘനമാണ്. 3 മണിക്കൂർ ആ കുട്ടിയെ പിടിച്ചു വെച്ച് അവിടെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിയെ ഹരാസ് ചെയ്യാൻ വേണ്ടി
പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പരാതി കൊടുത്തു. ആ കുട്ടി പരാതി കൊടുത്തതിൽ ഈ ഒറിജിനൽ പരാതിക്കാരിയായ ലക്ഷ്മിപ്രിയയെ ഇന്നലെ ചോദ്യം ചെയ്യാനായിട്ട് കമ്മീഷൻ ഓഫീസിൽ എൻക്വയറിക്ക് വിളിച്ചു. അവരൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആരോ എനിക്ക് അയച്ചു തന്നു. അതിൽ പറയുന്നത് എന്റെ കയ്യിൽ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, 3 മണിക്കൂർ ചെയ്തില്ല, 1 മണിക്കൂർ 20 മിനിറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തോ വലിയ പാതകം നടന്നതുപോലെയാണ് പറയുന്നത്. അവര് കയ്യിൽ ഓഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പ് ഫോറൻസിക്കൽ അയക്കേണ്ടി വരും. അത് ടാമ്പർ ചെയ്തോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. അത് എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ ഉപയോഗിച്ച ഭാഷ മുഴുവൻ അതിനകത്തുണ്ട്. ലക്ഷ്മിപ്രിയ ഇന്നലെ ഒരു ഐ വിറ്റ്നസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ കുട്ടിയുടെ പരാതിയുടെ പ്രൈം ഐ വിറ്റ്നസ്. ലക്ഷ്മിപ്രിയ കോടതിയിൽ പോയാൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. അവര് പരാതി കൊടുത്തു എന്ന് ലക്ഷ്മിപ്രിയ കൺഫേം ചെയ്തിട്ടുണ്ട്. ആ പരാതിക്കകത്ത് ഒരു ക്രിമിനൽ ഇൻഗ്രീഡിയന്റും ഇല്ല. ആ ക്രിമിനൽ ഇൻഗ്രീഡിയന്റ് ഇല്ലാത്ത ഒരു പരാതിയിൽ ആ കുട്ടിയെ സ്റ്റേഷനിൽ വരുത്തിയിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ 1 മണിക്കൂറാണോ 3 മണിക്കൂറാണോ 1 സെക്കൻഡ് ആണോ എന്നുള്ളതല്ല. 1 സെക്കൻഡ് പോലും പോലീസിന് നിയമവിരുദ്ധമായിട്ട് ഈ കുട്ടിയെ വിളിച്ചു വരുത്താനായിട്ട് അധികാരമില്ല. അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു. അവര് ക്രിമിനൽ ഒഫൻസസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ പോലീസ് ഓഫീസർ. ഓക്കെ സർ, ഈ വിഷയത്തിൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ എനിക്ക് 2 സംശയങ്ങളാണ് തോന്നുന്നത്. ഒന്നാമത് ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷ്മിപ്രിയ കൊടുത്തു എന്ന പരാതിയിൽ അൻസിബയെ വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ അൻസിബയ്ക്കെതിരെ പരാതി കംപ്ലൈന്റ് എടുക്കാനായിട്ടുള്ള ഒരു വകുപ്പുകളും ഇല്ല എന്ന് സാർ പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിപ്രിയയുടെ പരാതി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത്തരത്തിലൊരു മെസ്സേജ് കണ്ടിട്ട് അവരുടെ ഭർത്താവ് അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് അത്തരത്തിലൊരു ഉപദ്രവം നേരിടുമ്പോൾ ആ ഒരു വിഷയത്തില് ഭർത്താവിനെതിരെ ഇങ്ങനെ ഒരു പരാതിയിൽ തന്നെ കൃത്യമായിട്ടും കാര്യം പറയുമ്പോൾ ഭർത്താവിനെ എന്തുകൊണ്ട് അവർ വിളിച്ചു വരുത്തുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഇവർക്ക് സ്വമേധയാ കേസ് എടുക്കാനുള്ളൊരു നിയമം നിലവിലില്ലേ സർ? ഭർത്താവിനെതിരെ FIR ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ 35(3) നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ ചുമ്മാതെ ഭർത്താവിനെ വിളിച്ചു വരുത്താൻ പറ്റില്ല. പക്ഷെ ഭർത്താവിനെതിരെ FIR ഇടണമെങ്കിൽ ലക്ഷ്മിപ്രിയ പറയണം ഞാൻ അതിന് തയ്യാറാണെന്ന്. ലക്ഷ്മിപ്രിയയുടെ ആവശ്യം ഭർത്താവിനെ വിളിച്ചു വരുത്തുകയോ ഭർത്താവിനെതിരെ കേസെടുക്കുകയോ അല്ല. ലക്ഷ്മിപ്രിയയുടെ ആവശ്യം ഈ കുട്ടി എനിക്കൊരു മോശമായ മെസ്സേജ് അയച്ചു, ഞാൻ ഇനി ഒരു സാങ്കേതികമായിട്ട് മാത്രം സംസാരിക്കാം. ഇപ്പൊ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഞാൻ ഐശ്വര്യക്ക് മോശമായിട്ടൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഒരു ലൈംഗിക ചൊവ്വയുള്ള ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐശ്വര്യക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാനായിട്ടുള്ള വകുപ്പുണ്ട്. കാരണം ഞാനൊരു പുരുഷനാണ്. അതുകൊണ്ട് ഐശ്വര്യക്ക് അതിനുള്ള നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ അൻസിബ എന്ന് പറയുന്ന കുട്ടി ലക്ഷ്മിപ്രിയയും അവർ ദീർഘകാലം സുഹൃത്തുക്കളായിരുന്നു എന്ന് ലക്ഷ്മിപ്രിയയുടെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു. അവര് ഒരു മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു. ആ മെസ്സേജ് എത്തരത്തിലുള്ള മെസ്സേജ് ആണെങ്കിലും അതൊരു ക്രിമിനൽ ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ മെസ്സേജ് കണ്ടിട്ട് അവരുടെ ഭർത്താവ് അവരെ തല്ലിയതിന് ലക്ഷ്മിപ്രിയയെ വിളിച്ചിട്ട് പോലീസ് അവരുടെ നിരപരാധിത്വം ഭർത്താവിനോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നത് പോലീസിന് അധികാരപ്പെട്ട ഒരു കാര്യമല്ല. ആ പരാതിയിൽ അൻസിബയ്ക്കെതിരെ ഒരു FIR ഇടാനായിട്ട് സാധിക്കുന്ന ഒരു ക്രിമിനൽ കോഗ്നൈസബിൾ ഒഫൻസ് ഇല്ല. ക്രിമിനൽ കോഗ്നൈസബിൾ ഒഫൻസ് ഇല്ലെങ്കിൽ പോലീസിന് ഒരു അധികാരവുമില്ല ഒരാളെ വിളിച്ചു വരുത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. പിന്നെ പോലീസിന് ഒരു സർവീസ് ആയിട്ട് അവർ ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെട്ടാൽ അവർ അൻസിബയെ വിളിച്ചിട്ട് ചോദിക്കണം, മാഡം താങ്കൾക്കെതിരെ ഇങ്ങനെ സുഹൃത്ത് ഒരു പരാതി തന്നിട്ടുണ്ട്, ഇവിടെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഞങ്ങളുടെ സഹായത്തോടു കൂടി പരിഹാരം കാണാൻ താല്പര്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് എപ്പോൾ വരാൻ സൗകര്യം കാണും എന്ന് ചോദിച്ച് വരുത്തിയാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല വരുത്തുന്നത്. അങ്ങനെ ഒരാളെ പോലും പോലീസ് ഒരു കാലത്ത് കേരള പോലീസ് വരുത്തിയിട്ടില്ല. മീഡിയേഷൻ എന്ന് പറഞ്ഞ് ഈ പെറ്റിഷൻ രജിസ്റ്ററുകൾ മുഴുവനും എടുത്ത് പോലീസിൻ്റെത്
പെറ്റിഷൻ രജിസ്റ്റർ മുഴുവനും എടുത്ത് അത് പരിശോധിച്ച് എതിർ കക്ഷികളെ വിളിച്ചു വരുത്തി ഒരു അന്വേഷണം നടത്തിയാൽ അവിടെ എല്ലാം ഭീഷണിപ്പെടുത്തി തല്ലുമെന്നും കേസുകളിൽ പെടുത്തുമെന്നും പറഞ്ഞ് എതിർ കക്ഷികളെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയാണെന്നുള്ളത് നമുക്ക് ബോധ്യമാകും. ഒരു 3-4 ദിവസം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കാല് മുറിച്ച ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് നിന്റെ ബലാത്സംഗ കേസിലും മൊളസ്റ്റേഷൻ കേസിലും അകത്താക്കുമെന്ന് ഒരു SHO പറയുക. വേറെ ഒരു വാടക ചീട്ട് എഴുതിയതില് വാടക കിട്ടാത്തതിലും ഒരു തർക്കമാണ്. വാടകക്കാരിയുടെ പരാതിയിലാണ് ഈ ഇടപെടൽ. ഈ സംസാരം പോലീസ് നിത്യേന ചെയ്യുന്നത് നിന്നെ ഇനി പുറം ലോകം കാണിക്കില്ല എന്നാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. പല കേസിലും അതേ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ത്രറ്റ് ചെയ്താൽ. അപ്പൊ ഇതെല്ലാം ഈ CCTVയിൽ ഓഡിയോ വിഷ്വൽസിൽ കിട്ടും. പക്ഷെ ഇവിടെ ഓഡിയോ വിഷ്വൽസ് വളരെ ബ്രൂട്ടലായിട്ട് ആളുകളെ തല്ലിച്ചതയ്ക്കുന്ന ഓഡിയോ വിഷ്വൽസ് ഉണ്ടായിട്ട് പോലും അത്തരം ഓഫീസേഴ്സിനെ ഡിസ്മിസ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള നടപടികൾ സ്റ്റേറ്റ് പോലീസ് ചീഫോ ഹോം സെക്രട്ടറിയോ ചെയ്യില്ല. ഞാൻ ഈ 2 വ്യക്തികളെ എടുത്തു കുറ്റം പറയും. ഈ 2 വ്യക്തികളുടെ സംരക്ഷണത്തിൽ മാത്രമാണ് പോലീസ് തന്റെ നിയമ ഇല്ലീഗാലിറ്റീസ് മുഴുവനും കമ്മിറ്റ് ചെയ്യുന്നത്. ഇവരെ സംരക്ഷിക്കുമെന്ന് അറിയാം. സൈബർ സെല്ലിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഒരു ചെറുപ്പക്കാരനെ ഇടിച്ച് ചതച്ചിട്ട് അവനോട് പറഞ്ഞത് ബാക്കിൽ ബലകിട്ട് കെട്ടിയിട്ടാണ് ഇടിച്ച് ചതച്ചത്. അവനോട് പറഞ്ഞത് നിന്നെ കൊന്നാലും ഞങ്ങളുടെ മേലധികാരികളുടെ അടുത്താണ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്, അവർ ഞങ്ങളെ സംരക്ഷിച്ചോളൂ. അവിടെ RTI ഇട്ടപ്പോൾ തിരുവനന്തപുരം സൈബർ സെല്ല് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ CCTV ക്യാമറ ഇൻസ്റ്റാൾഡ് അല്ല എന്ന് റിപ്ലൈ ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞു. അപ്പൊ സുപ്രീം കോടതിയുടെ കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട പോലീസ് സ്റ്റേഷനിലൊക്കെ കവേർഡ് ആണ്. പക്ഷെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന് പരിപൂർണമായിട്ട് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു എന്ന് മാത്രമല്ല, RTI ഇട്ടാൽ കൊടുക്കാൻ പറ്റില്ല, അവിടെ സ്ത്രീകള് പോക്സോ കേസ് പ്രതികളൊക്കെ വരുന്നു സ്റ്റാൻഡേർഡ് റിപ്ലൈ ആണ്. പക്ഷെ അത് പെർസ്യൂ ചെയ്താൽ ആ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ഫൈൻ അടച്ചിട്ട് മര്യാദയ്ക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള CCTV വിഷ്വൽസ് ആണ് ഈ പലതും പബ്ലിക് ആയിട്ടുള്ളത് പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ. ആ പോലീസുകാര് ജയിലിൽ കഴിക്കേണ്ട പോലീസുകാര് സസ്പെൻഷനും പിന്നെ പലരും സർവീസിൽ തുടങ്ങി. അത് ഈ സംരക്ഷണം കിട്ടുമെന്നുള്ള പോലീസിന് ഉള്ളത് കൊണ്ടാണ് അവര് ഇംപ്യൂണിറ്റിയോടുകൂടി ഇതെല്ലാം ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ അൻസിബ ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തില് ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവര് തൊഴിലിടത്തിൽ ഒരു സ്ത്രീ ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാല്, അതായത് അമ്മയുടെ കമ്മിറ്റിക്കകത്ത് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റിന് അവർ പരാതിയായിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്, എന്നെ ഇത്തരത്തില് ഹരാസ് ചെയ്തു എന്ന്. അപ്പോ ആ വിഷയം അത് അമ്മയ്ക്ക് അകത്ത് കൂടി നിൽക്കുന്ന ഒരു വിഷയമല്ല. അപ്പോൾ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രസിഡന്റിന് ഇതിൽ എന്ത് റോളാണ് ഉള്ളത് സർ? അല്ല, അമ്മയുടെ ബൈലോ എന്ന് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അമ്മ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ. അപ്പൊ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്നും അല്ല. അപ്പൊ അവരുടെ ബൈലോയിൽ എന്താണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ തീർച്ചയായിട്ടും ഒരു തൊഴിൽ സംഘടനയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു അംഗത്തിന് പോലീസ് ഹരാസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് അതിൽ ഇടപെടാം. അവർക്ക് മേലധികാരികളോട് റെപ്രസെന്റേഷൻ കൊടുത്ത് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാം. അതൊക്കെ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അവർക്ക് ഇടപെടാൻ സ്കോപ്പ് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അല്ല, അവര് തന്നെ അൻസിബയോട് പറഞ്ഞതായിട്ട് അൻസിബ വെളിപ്പെടുത്തുന്നുണ്ട്, ഇതിൽ ഇടപെടാൻ സാധിക്കില്ല, ഇത് ഇവിടെ പറയേണ്ട കാര്യമല്ല, ഇടപെടാൻ പറ്റില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞു എന്ന് അൻസിബ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിയമപരമായിട്ട് അവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ ആ ഭാരവാഹികളെ നീക്കം ചെയ്യാനായിട്ട് ഒരു അംഗങ്ങളെ വെച്ചിട്ട് ഒരു എന്താ പറയുന്നത് ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ മാത്രമേ അതിനകത്ത് പറ്റുള്ളൂ. അതിനകത്ത് പുറത്ത് നിൽക്കുന്ന നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഇടപെടാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് റെപ്രസെന്റേഷൻസ് ഒക്കെ കൊടുക്കാനൊക്കെ
അത് ഇപ്പോഴത്തെ ഭാരവാഹികൾ എന്താണ് തീരുമാനിച്ചതെന്നുള്ളത് ആ ഭാരവാഹികളുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. അതിനകത്ത് ചെയ്യേണ്ടതാണെന്ന് നമുക്ക് പുറത്തുനിന്ന് പറയാവുന്നല്ലാതെ നമുക്ക് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാനും കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് അവരുടെ സംഘടനാപരമായ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ അവർ ലക്ഷ്മിപ്രിയെ ഫേവർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഈ സ്റ്റാൻഡ് എടുക്കുന്നത്. കാരണം സിനിമാ ഫീൽഡിലുള്ളവരായതുകൊണ്ട് അവർക്ക് നിയമമൊന്നും അറിയണമെന്നില്ല. സിനിമാ ഫീൽഡില് ചില ആളുകളൊക്കെ നിയമവിദഗ്ധരൊക്കെ ഉണ്ട് അതിനകത്ത്, അവർക്കറിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഭാരവാഹികളായിരിക്കുന്നവർക്ക് അറിയില്ലായിരിക്കാം. തീർച്ചയായിട്ടും സർ. അതായത് ഇപ്പോ അൻസിബ അവിടെ നിന്ന് രാജിവെച്ച് പോന്നെങ്കിലും ഇത്തരത്തിലൊരു പരാതി ഇനി അൻസിബ കൊടുത്താലും, തൊഴിലിടത്തില് നീതി നിഷേധം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുത്താലും അത് ലീഗലി നിലനിൽക്കും എന്നാണോ സാർ പറയുന്നത്? അത് നിലനിൽക്കില്ല. കാരണം തൊഴിലിടത്തല്ല അവർക്ക് നീതി നിഷേധം ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. ഇവിടെ പോലീസ് സ്റ്റേഷനിലാണ്. തൊഴിലിടം എന്ന് പറയുന്നത് ഒരു സിനിമ ഷൂട്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമല്ലേ. ഓക്കെ സാർ, അവരുടെ സംഘടനയിൽ ഇവര് പരാതി കൊടുത്തിട്ടും ആ പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. അല്ല, അത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പരിമിതികളുണ്ട്. അതിന്റെ ബൈലോ വായിച്ചു നോക്കണം. അതിന്റെ അമ്മയുടെ ബൈലോ വായിക്കാതെ നമുക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് അവരെ കുറ്റപ്പെടുത്താനോ ശരിവെക്കാനോ സാധിക്കുകയില്ല. അതിന്റെ ബൈലോയിൽ എന്താണ് പറയുന്നത്? പിന്നെ ഇത് മാത്രം നമുക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു അംഗത്തിന് പറ്റിയ ഒരു പ്രശ്നമെന്ന നിലയിൽ പോലീസ് അതോറിറ്റീസ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ഈ വിഷയം ടേക്കപ്പ് ചെയ്യാം. അത് പക്ഷെ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു ഡിസ്ക്രിഷൻ അതിന്റെ ഭാരവാഹികൾക്ക് കാണും. ഏതൊരു സംഘടനയിലാണെങ്കിലും അതിന്റെ ഭാരവാഹികൾക്ക് അത്തരം പ്രവൃത്തികൾ അവര് ചെയ്യണോ, നടപടികളിലേക്ക് കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു ഡിസ്ക്രിഷണറി പവേഴ്സ് കാണും. അതിനോട് യോജിക്കുന്നവർ കാണും, വിയോജിക്കുന്നവർ കാണും. അതിനോട് വിയോജിക്കുന്നവർക്ക് ചെയ്യാവുന്ന രണ്ട് ഓപ്ഷനാണ് ആ സംഘടനയിൽ തന്നെ തുടർന്ന് ആ സംഘടനയിലെ അംഗങ്ങളെ കൊണ്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഈ ഭാരവാഹികളെ നീക്കം ചെയ്യാം അടുത്ത ജനറൽ ബോഡി ഇലക്ഷൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ. എല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രമേയം കൊണ്ട്, എല്ലാന്നുണ്ടെങ്കിൽ ആ സംഘടനയിൽ നിന്ന് അംഗത്വം രാജിവെക്കാം. ഈ രണ്ട് ഓപ്ഷൻസേ അതിലുള്ളൂ. പക്ഷെ അവരെന്തോ ഒരു പാതകം ചെയ്തു എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അമ്മ ഇതിൽ ഇടപെടാത്തത്, അമ്മ എന്തോ വലിയ ഒരു പ്രശ്നം ചെയ്തു എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ധാർമ്മികമായിട്ട് ഒരു അംഗത്തിന് വന്നിട്ടുള്ള, അവന്റെ മെമ്പർക്ക് വന്നിട്ടുള്ള ഒരു ഹരാസ്മെന്റ്, പോലീസ് ഹരാസ്മെന്റ് അവരിടപെടാത്തത് ഒരു ഔട്ട്സൈഡർ എന്ന രീതിയിൽ നമുക്ക് നിന്നിട്ട് അമ്മ അതിൽ ഇടപെടേണ്ടതായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. കാരണം അമ്മയുടെ ബൈലോസ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ഇത് ഇവരുടെ സംഘടന എന്നുള്ള രീതിയിൽ എല്ലാ രജിസ്ട്രേഷനും കൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം എനിക്ക് സംശയമായിട്ട് വന്നത്. അല്ല, ഒരു സംഘടനയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും നിയമമില്ല. ഓക്കെ, പക്ഷെ അമ്മയുടെ വിഷയങ്ങൾ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒരു അസോസിയേഷൻ ലീഗലി ഇറ്റ് ക്യാൻ ബി രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ്. ഒരു അൺരജിസ്റ്റേർഡ് അസോസിയേഷന് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ ഒക്കൂലെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റിൽ ബി സ്യൂഡ് അഗെയിൻസ്റ്റ്. ഒരു രജിസ്റ്റേർഡ് സംഘടനയ്ക്ക് മാത്രമേ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാവുള്ളൂ. അത്രയും മാത്രമേ അതിനകത്തുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഉള്ളൂ. പിന്നെ രജിസ്റ്റേർഡ് അസോസിയേഷൻ ആയതുകൊണ്ട് അവർ ഇന്നത് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. രജിസ്റ്റേർഡ് അസോസിയേഷൻ ആയതുകൊണ്ട് അവരുടെ ബൈലോ അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കണം. ആ ബൈലോയ്ക്കകത്ത് ഇങ്ങനെ ഒരു പരാതി ഒരു അംഗം തന്നാൽ അപ്പോൾ ചീഫ് സെക്രട്ടറിക്കും ഹോം സെക്രട്ടറിക്കും ഒക്കെ റെപ്രസെന്റേഷൻ കൊടുക്കണമെന്നും അല്ലെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യണമെന്നും ഒക്കെ പ്രൊവിഷൻസ് ഉണ്ടോ എന്നും നമുക്ക് ആ ബൈലോ വായിക്കാതെ അറിയാൻ ഒക്കില്ല. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിക്കാത്ത ഒരു ഔട്ട്സൈഡർക്ക് അത് അറിയാൻ സാധിക്കുകയില്ല. ഇനി അഥവാ അവരുടെ ബൈലോയിൽ അങ്ങനെ ഉണ്ട്, ആ ഭാരവാഹികൾ അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനകത്ത് ചെയ്യാവുന്നത് ഒരു അംഗത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്ത് രാജിവെക്കാം. അതാണ് ഇപ്പൊ ഇവര് ചെയ്തിരിക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് തുടർന്നുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി ഒപ്പീനിയൻ ഈ എക്സിസ്റ്റിംഗ് ഭാരവാഹികൾക്കെതിരെ
രൂപപ്പെടുത്തി എടുത്തിട്ട് അവരെ നീക്കം ചെയ്യാം. ആ ഓക്കെ. ബൈലോ പ്രകാരമുള്ള നടപടികളിൽ അതേ അതിനകത്ത് ചെയ്യാൻ ഒക്കുള്ളൂ. അല്ലാതെ പുറത്തുള്ള ആളുകൾ എത്ര സംസാരിച്ചിട്ടും നമുക്ക് ധാർമ്മികമായിട്ട് അമ്മ അതിൽ ഇടപെടാത്തത് ശരിയല്ല എന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് നിയമപരമായിട്ട് അതിനകത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, തീർച്ചയായും മനസ്സിലാവുന്നു സാർ. എന്തായാലും ഇവിടെ അൻസിബ ഹസൻ നേരിട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 മണിക്കൂറോളം ഹരാസ്മെന്റ് നേരിട്ടു എന്നൊരു യുവതി പറഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ടും അതിൽ ഒരു കൃത്യമായ നിയമ നടപടിയിലേക്ക് പോവാത്തതും ഈ പെർട്ടിക്കുലർ ആളുടെ പേരെടുത്ത് വരെ അവർ പറയുന്നുണ്ട്, SI രേഷ്മ എന്നുള്ളത്. അതെ അവർക്കെതിരെ യാതൊരു നടപടിയും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അറിയാൻ പറ്റുന്നത് രേഷ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവർ ഹോസ്പിറ്റലിൽ എന്തോ ഒരു കാരണത്തിൽ അവർ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതെ തന്നെ അവർക്ക് ഞാന് എന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഈ ഒരു വിഷയം അൻസിബ എന്ന് പറയുന്ന കുട്ടി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ ഒരു വിഷയം ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടി. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും നിർബന്ധിച്ച് പെറ്റിഷൻ രജിസ്റ്ററിൽ ഒപ്പുവെക്കട എന്ന് നമുക്കിപ്പോ ചർച്ച ചെയ്യുമ്പോൾ പറയാൻ പറ്റാത്ത ഭാഷ്യത്തിൽ ഒരു SHO SIO അല്ലെങ്കിൽ വെറും ഒരു സിവിൽ പോലീസ് ഓഫീസറോ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിത്യ സംഭവമാണ്. ആവശ്യമില്ലാതെ സിവിൽ തർക്കങ്ങളിൽ പോലീസിന് അധികാരമില്ലാഞ്ഞിട്ട് കൂടി ഒരു പരാതി വന്നാൽ, ഒരു വസ്തുതർക്കം വന്നാൽ, അല്ലെങ്കിൽ ഒരു വരിതർക്കം വന്നാൽ, ഒരു പരാതി വന്നാൽ പോലീസ് ഇടപെടുകയും അവർക്ക് താല്പര്യമുള്ള കക്ഷി പരാതിക്കാരനാണോ എതിർകക്ഷിയാണോ ആരാണ് അവർക്ക് വേണ്ടി മറ്റേയാളെ അവര് പീഡിപ്പിച്ച് നിർബന്ധിച്ച് അവരൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി വെക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും സംഭവിക്കുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട സബ് ഇൻസ്പെക്ടർ രേഷ്മ അവരുടെ ധാരണ എനിക്ക് ജനങ്ങളെ എടി ഓടി ബാക്കി ചീത്ത ഭാഷ്യം ഉപയോഗിക്കാം, എനിക്ക് ജനങ്ങളെ കേസിൽ പെടുത്തി അകത്താക്കി ഇടാമെന്ന് പറയാം, എനിക്ക് ജനങ്ങളോട് ഇവിടെ ഒപ്പുവെക്കടി എന്ന് പറഞ്ഞ് ഒപ്പുവെപ്പിക്കാം എന്ന് അവരാ പോലീസിന്റെ സബ് കൾച്ചറിൽ അവര് പ്രവർത്തിക്കുമ്പോൾ അവരങ്ങനെ ധരിച്ചു പോകുന്നതാണ്. ഞങ്ങൾക്കിതെല്ലാം ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പോലീസുകാര് സ്വമേധയാ അവര് ധരിക്കുന്നത് നാട്ടുകാർക്കും പലരുടെയും തെറ്റിദ്ധാരണ പോലീസിന് സിവിൽ തർക്കങ്ങളിൽ ഇടപെടാം, പോലീസ് എടാ പോടാന്നൊക്കെ വിളിക്കാം എന്ന് നാട്ടുകാരും ധരിച്ചു വെക്കുന്നുണ്ട്. പോലീസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോലീസ് മേധാവിയുടെ മുകളിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഹോം സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി. അതിന് കീഴിലേ ഉള്ളൂ ഈ ഗവൺമെന്റ് സെക്രട്ടറിമാരെ IAS ഉദ്യോഗസ്ഥരുടെ കീഴിലേ ഉള്ളൂ ഈ പോലീസ് മേധാവി. പക്ഷേ ഒരു ഗവൺമെന്റ് സെക്രട്ടറിക്കോ ചീഫ് സെക്രട്ടറിക്കോ സെക്രട്ടേറിയറ്റിലുള്ള ഒരു പ്യൂണിനെ എടാന്ന് വിളിക്കാൻ പറ്റില്ല, വിവരം അറിയും വിളിക്കാം. അങ്ങനെ ഇരിക്കെ വരുന്ന അവരെ കാണാൻ നിവേദനമായിട്ട് വരുന്ന വ്യക്തികളെ എടാന്ന് വിളിക്കാൻ ഒക്കില്ല, വിവരം അറിയും അങ്ങനെ വിളിച്ച. അങ്ങനെ ഇരിക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെറും ഒരു ലോ റാങ്കിങ് ആയിട്ടുള്ള ഒരു SHOയ്ക്കോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു SIക്കോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസർക്കോ ഈ നാട്ടിലെ പൊതുജനത്തിന് എടാ പോടാന്നും ബാക്കി ഭാഷയോ ഉപയോഗിക്കാൻ എവിടെ നിന്നാണ് നിയമം അനുവദിക്കുന്നത്? ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ്? മറിച്ച് നിയമം പറയുന്നത് ഇവര് പാടില്ല എന്ന് കേരള പോലീസ് ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും അബ്യൂസീവ് ഒക്കേറ്റീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിറ്റിസന്റെ ലിബർട്ടിയാണ് ഏറ്റവും പാരമൗണ്ട് ഇമ്പോർട്ടൻസും സേക്രഡുമായിട്ടുള്ള കാര്യമെന്ന് സുപ്രീം കോടതി നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അൻഷിബയുടെ ലിബർട്ടിയെ കേർട്ടയിൽ ചെയ്തിരിക്കുകയാണ്. അവിടെ റോങ്ഫുൾ റെസ്ട്രെയിന്റും റോങ്ഫുൾ കൺഫൈൻമെന്റും ആണ്. ആ പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ 3 മണിക്കൂറാണോ
1 മണിക്കൂർ 20 മിനിറ്റ് ആണോ എന്നൊക്കെ ലക്ഷ്മിപ്രിയയോട് ആരോ തെറ്റിദ്ധാരണ ഒക്കെ പറഞ്ഞ് എന്തോന്നോ വലിയൊരു അച്ചീവ്മെന്റ് പോലെ അവരൊരു ഓഡിയോ ക്ലിപ്പ് കൊടുത്തു എന്നൊക്കെ പറയുന്നു. അത് അവര് സ്വന്തം പോസ്റ്റിലേക്കാണ് ഗോൾ അടിച്ചത്. കോടതിയിൽ ചെല്ലുമ്പോ ഇതൊക്കെ മാറും. ലക്ഷ്മിപ്രിയ പറയേണ്ടി വരും 1 മണിക്കൂർ, എന്റെ അറിവിൽ 1 മണിക്കൂർ 20 മിനിറ്റ് അൻഷിബ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അൻഷിബ അവിടെ റോങ്ഫുൾ കൺഫൈൻമെന്റിലും റോങ്ഫുൾ റെസ്ട്രെയിനിലുമാണ്. ലക്ഷ്മിപ്രിയയും കൂടെ ചിലപ്പോൾ ക്രിമിനൽ കോൺസ്പിറസി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കേസിൽ ഉൾപ്പെട്ടു പോകും. 61 BNS കൂടെ വന്നാൽ ലക്ഷ്മിപ്രിയയും കൂടെ പ്രതിയാകും ഈ SI രേഷ്മയുടെ ഒപ്പം. പിന്നെ അന്വേഷണം എന്ന് പറയുന്നത് അത് ഞാൻ ഇപ്പോഴും അതിനെ ഒരു പ്രഹസനമായിട്ടേ കാണുന്നുള്ളൂ. ഇപ്പൊ അൻഷിബയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു, ലക്ഷ്മിപ്രിയയെ വിളിച്ചു വരുത്തി, ലക്ഷ്മിപ്രിയയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വ്യക്തമായ തെളിവൊന്നും ഇല്ല എന്നും ഈ ലക്ഷ്മിപ്രിയയെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത് എഴുതി ക്ലോസ് ചെയ്യേ ഉള്ളൂ ഫയൽ. അതാ എസ് ഐയുടെയും കൂടെ സ്റ്റേറ്റ്മെന്റ് എഴുതി. അതാണ് പോലീസ് എല്ലാ കേസിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ. ഇപ്പൊ സാർ പറഞ്ഞതുപോലെ അൻസിബ ഒരു സെലിബ്രിറ്റി ആയത് കൊണ്ട് ഇത് പുറത്തു വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു. ആ കുട്ടി തുറന്നു പറയാൻ തയ്യാറായി. ഞാൻ ആ കുട്ടിക്ക് ഇത് വളരെ കുറച്ചു പേര് ഇങ്ങനെ വന്ന് കാര്യങ്ങൾ തുറന്ന് പുറത്ത് പറയൂ. തീർച്ചയായിട്ടും പലർക്കും ഇതിന്റെ നിയമവശങ്ങൾ അറിയാത്തത് കൊണ്ടും പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് പേര് ഇത് സഹിക്കുന്നുണ്ടാവുമല്ലോ സാർ. ഇപ്പൊ അൻസിബ ഇത് പറഞ്ഞപ്പോ മാത്രം തങ്ങളും അനുഭവിച്ചത് ഇതേ അവസ്ഥയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരുപാട് ജനങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ. നിയമവശം അറിയാത്തത് കൊണ്ടല്ല, എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും പേടിയാണ്. ഞാൻ തുറന്നു പറഞ്ഞാൽ എന്നെ മർദ്ദിക്കുമോ, എന്നെ വേറെ കേസുകളിൽ കൊടുക്കുമോ? കാരണം ബലാത്സംഗ കേസ് കുടുക്കി നിന്നെ പുറംലോകം കാണിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് പേടിയാണ് പോലീസിനെതിരെ പറയാനായിട്ട്. ഇപ്പൊ ഈ അൻസിബയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, സാർ എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു പലരും. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവം ഉണ്ട്. വേറെ ഒന്നും വേണ്ട, ഓരോ പോലീസ് സ്റ്റേഷനിലെ പെറ്റീഷൻ രജിസ്റ്റർ എടുത്ത് കഴിഞ്ഞ 1 മാസത്തെ അവിടുത്തെ പെറ്റീഷൻ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിച്ചിരുന്ന ആളുകളെ വിളിച്ച് ഒരു എൻക്വയറി നടത്തിയാൽ നമുക്ക് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവും. ഇത് പോലീസിന് ഒരു വരുമാന മാർഗമാണ്. ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് പോലീസിന് കൈക്കൂലി വാങ്ങുന്ന ഒരു വരുമാന മാർഗമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയും. തീർച്ചയായും സർ. അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കും. രണ്ടും സംഭവിക്കുന്നുണ്ട്. എനിക്ക് അതും അറിയാം. രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട് ഞാനൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനവും എല്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ നേതാക്കന്മാരും ഇതിനെ സ്റ്റേഷൻ ഭരണം നടത്താറുണ്ട്. അതെ, തീർച്ചയായിട്ടും സാർ. ഏതായാലും അൻസിബയുടെ വിഷയത്തിൽ കൂടുതൽ ഇപ്പൊ ടിനി ടോമിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടി അനുഭവിച്ച ട്രോമകൾക്കുള്ളതും അല്ലെങ്കിൽ അവർ അനുഭവിച്ച ഹരാസ്മെന്റിനുള്ളതും നിയമപരമായിട്ട് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് സാർ പറയുന്നത് കൊണ്ട് മനസ്സിലാവുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇനിയും പുറത്ത് വരാൻ കിടക്കുന്നുണ്ട് സാർ പറഞ്ഞതുപോലെ തന്നെ. പുറത്ത് വന്ന പോലീസ് ബുദ്ധിമുട്ടിലാകും. ഇതെല്ലാം കൂടെ ഈ ഇത്തരം പരാതിക്കാരുടെ പരാതികളെല്ലാം കൂടെ എടുത്ത് കഴിഞ്ഞ 6 മാസത്തെ കേരള പോലീസിന്റെ എല്ലാ CCTV ദൃശ്യങ്ങളും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന് പരിശോധിക്കണം, സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം അനുസരിച്ചെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കോടതിയിൽ പോയാൽ പോലീസ് വെട്ടിലാകും. കാരണം പല സ്ഥലത്തും ഈ 6 മാസം കാണില്ല. ഇത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO ആണ് എൻഷുർ ചെയ്യേണ്ടത് ഇത് വർക്കിംഗ് കണ്ടീഷനിലാണെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്ലീ എടുക്കാനൊക്കില്ല. പല ഹൈക്കോടതികളും വർക്ക് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ ക്യാമറ ഇല്ല എന്നോ പോലീസ് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് adverse inference will have to be drawn against the police officers. When an allegation has been made and the police said there are no CCTV visuals, then adverse inference will be drawn എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. ഞങ്ങളുടെ CCTV ക്യാമറ ഇല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ മറ്റേവർ പറയുന്നത് ശരി എന്ന് കോടതിക്ക് നിഗമനിക്കേണ്ടി വരും. ഉറപ്പായിട്ടും. താങ്ക് യു സർ. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.